First you exit the city. Yeah. Okay. ഒന്നാമത് ഈ ICC എന്നത് പ്രോപ്പറായിട്ട് രജിസ്റ്ററിംഗ് ആയിരുന്നു നിങ്ങളുടെ സിനിമയിൽ സെറ്റില്. അപ്പൊ ICC ഇങ്ങനെ ഒരു പരാതി കിട്ടിയതേ ഇല്ലാന്ന്. ഈ പരാതി നിങ്ങൾ അറിഞ്ഞതടക്കം ഇതുപോലെ വിൻസി അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പറഞ്ഞ ശേഷം മാത്രമാണ്. അതിനുശേഷം എന്ത് നടപടിയാണ് ഉണ്ടായത് പിന്നീട്? ICC അവരായിട്ട് കണക്ട് ചെയ്തു, ഒഫീഷ്യലി പരാതികൾ എഴുതി മേടിച്ചു, അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നു. സെറ്റില് ICCക്ക് കംപ്ലൈന്റ് സെറ്റിൽ കിട്ടിയിട്ടില്ല. ഡയറക്ടർക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് സിനിമയിൽ? എന്റെ സിനിമ 45 ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ 39 ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 39 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതിനകത്തൊരു വൈരുദ്ധ്യമല്ലേ അപ്പം നിങ്ങൾ പറയുന്നതും വിൻസി പറയുന്നതിനകത്തും ഒരു വൈരുദ്ധ്യമല്ലേ? പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കാം, രണ്ട് പെർസ്പെക്റ്റീവ് ആയിരിക്കാം. ഞാൻ എന്റെ സിനിമയെ ഹോൾ ടുഗദർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒപ്പം അഭിനയിച്ച വേറൊരു താരവും വിൻസിക്ക് ഇത്ര ഒരു ദുരനുഭവം ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു മലപ്പുറം സ്വദേശിയായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നുണ്ട്. അല്ല, ഇത്രയും ദിവസത്തിനായാലും നിങ്ങൾക്ക് ഇവർ തമ്മിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല? ഈ ഉന്നയിക്കുന്ന നടനും വിൻസിയും തമ്മിൽ? അതായത് 39 ദിവസത്തെ ഷൂട്ടില് ഞാനായിട്ട് പോലും പലരും വൈരുദ്ധ്യത്തിലുണ്ടായിരുന്നു. അതൊരു സിനിമ സെറ്റാണ്, കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ്. അവിടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ സെറ്റിൽ വെച്ച് തന്നെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയൊരു സെറ്റാണ്. ജസ്റ്റ് ഒരു ക്ലാരിറ്റി ചോദിക്കുന്നത്, വിൻസി പറയുന്നത് ആക്ച്വലി സിനിമ സെറ്റിലുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയാമായിരുന്നു. സ്വാഭാവികമായും സിനിമ പൂർത്തീകരിക്കാന്ന് പറഞ്ഞ വലിയ സ്ട്രഗിൾ ആണ്. അപ്പൊ അതിന് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടത് കൊണ്ടും സിനിമ സെറ്റിലുള്ള ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതുകൊണ്ടുമാണ് ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നത് എന്നാണ് വിൻസി പറയുന്നത്. അപ്പൊ ചോദിക്കുന്നത്, അവര് പറയുന്നത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ സ്പെസിഫിക്കലി അവര് ഏത് ടെക്നീഷ്യൻസിനാണ് ഇത് അറിയാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചിലപ്പോ അവര് സഹപ്രവർത്തകരായ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഇവർ അറിയണ്ടായിരുന്നില്ല. അതായത് സുഭാഷ് പോണോളി ഷൂട്ടിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ എല്ലാ പ്രിവിലേജോടും കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കും. പക്ഷെ നമ്മുടെ അറിവില് അതൊരു ലൗഡ് ആയ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. സംസാരിച്ചിരുന്നു. ഞാനാണ് ഈ വിൻസി മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഇതിന്റെ കഥാകൃത്താണ്. വിൻസി വിളിച്ചപ്പോ വിൻസി പറഞ്ഞ ഇതിന്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. വിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വിൻസിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലേഡി ആർട്ടിസ്റ്റോ മറ്റു പലരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ചീഫ് ടെക്നീഷ്യൻസിന്റെ അടുത്ത് ആരും ഒരു